ശരി, ശ്രീ അഭിലാഷാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അഭിലാഷ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറ് സി പറഞ്ഞ തെറ്റായ കാര്യമാണ്. സാറ് പറഞ്ഞതാണ് ഇതിനകത്ത് കറക്റ്റായ കാര്യം. പിടിക്കുകളായ കുട്ടികൾ, അതെ, ഇന്ന് ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി ഒരു മുത്തച്ഛനെ തലക്കടിച്ച് മുത്തച്ഛനെ കൊട്ടേഷൻ കൊടുത്തു കൊന്നിട്ടുണ്ട്. അത് മിടുക്കിയായ ഒരു കുട്ടിയാണ്. അതുപോലെ മിടുക്കനായ ഇന്നൊരു പാറ്റയെ LDF സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് തൊടുപുഴയിൽ നിന്ന് 5 പേരെ, ആ പാറ്റായ 5 പേരെ കൂടെ പിടിച്ചിട്ടുണ്ട്. നല്ല മിടുക്കനായ പാറ്റായ. ഈ ഇടതും വലതും നിന്ന് VD സതീശന് വെറുക്കാതെ പോയ ഒരു മകനെ പിടിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് കേസിൽ പിടിച്ചിട്ടുണ്ട്. അത് നല്ല മിടുക്കനായ പാറ്റ. സാറ് ഈ ഇരുട്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഈ കണ്ണടച്ച് സാറ് ഇരുട്ടാക്കാൻ നോക്കിയാൽ കേരളം ഇരുട്ടാകുകയല്ല. കാരണം ലൈവായിട്ട് സാറിന്റെ ചാനൽ തന്നെയല്ല ഇവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ചാനലിൽ കൂടെ സത്യാവസ്ഥ കാണാൻ പറ്റിയ ഒരു കാലമാണിത്. നിങ്ങൾ എത്ര ചാനലുകാർ ശ്രമിച്ചാലും അഭിലാഷേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ 13 വയസ്സുകാരി കൊലപാതകം നടത്തിയതും മയക്കുമരുന്നുമായി ചില പാർട്ടി പ്രവർത്തകരെ, 2 പാർട്ടിയിലെ ആളുകളുടെ പേര് താങ്കൾ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെ പിടിച്ചതും അതും ഡൽഹിയിലെ പാറ്റ സമരവുമായിട്ട് എന്ത് ബന്ധം? ചെറുപ്പക്കാർ ആരെങ്കിലുമൊക്കെ മയക്കുമരുന്നുമായി പിടിച്ചാൽ അത്തരം തെറ്റായ പ്രവണതകളെ മാറ്റണം. ഡൽഹിയിൽ പാറ്റകൾ സമരം നടത്തിയത്, യുവാക്കൾ സമരം നടത്തിയതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ചെറുപ്പക്കാരെല്ലാവരും ഈ പാറ്റകളുടെ ആശയത്തോട് യോജിക്കുന്നവരാണോ? അങ്ങനെ പാറ്റകളുടെ ആശയത്തോട് യോജിക്കണമെങ്കിൽ അവർക്ക് ഈ രാജ്യത്തെക്കുറിച്ച് നല്ല ബോധ്യം വേണം, രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധ്യം വേണം, ഇന്ത്യയുടെ ഭാവി എങ്ങനെ ആവണം എന്നുള്ള ചിന്താഗതികൾ വേണം. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇത്തരം സമരത്തിന് ഇറങ്ങിയത്. അങ്ങനെയുള്ള ആളുകൾ മയക്കുമരുന്നും MDMA-യും കഞ്ചാവും ഒന്നും ഉപയോഗിക്കാൻ നടക്കില്ലല്ലോ. അവരാരും അപ്പൂപ്പനെ കൊല്ലാൻ കൊട്ടേഷൻ സംഘത്തെ ഒന്നും ഏർപ്പെടുത്തില്ലോ. ആ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടാതെ നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിലൊക്കെ പെട്ടുപോകുന്നത്. സാറേ, അദ്ദേഹം പറഞ്ഞത് കേരളത്തിലാണ്. കേരളത്തിൽ നിന്ന് കുറെ പാറ്റകൾ പോയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഈ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുകയും ഈ രാജ്യത്തിന്റെ ഭാവി വലുതാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വലിയ രാജ്യസ്നേഹികളായ കുട്ടികളല്ലേ പോയത്. അപ്പൊ ഈ മയക്കുമരുന്ന് കേസിൽ പിടിച്ച പാറ്റകളുടെ അവരാരെങ്കിലും മയക്കുമരുന്ന് കേസിൽ പിടിച്ചോ? ഇല്ലല്ലോ. ഏതാളാണ് ഈ പാറ്റ സമരത്തിന് പോയ ആരെയാണ് അഭിലാഷ മയക്കുമരുന്ന് കേസിൽ പിടിച്ചത്? സാറേ, ഈ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറഞ്ഞ് ഈ പാറ്റയുടെ കീഴിൽ വളർന്ന സംഘടനകളാണ്. ഏത് പാറ്റകളുടെ കീഴിൽ വളർന്ന? ഈ പാറ്റ സംഘടന ഉണ്ടായിട്ട് തന്നെ എത്ര കാലമായി? അത് ആകെപ്പാട് 1 വർഷത്തിൽ താഴെ ഉണ്ടായ ഒരു സംഘടന. ആ സംഘടനയുടെ കീഴിൽ വളർന്നവരാണോ കേരളത്തിൽ നിന്ന് പോയത്? താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ സാറേ, ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും ആൾക്കാർ പോയിട്ടുണ്ട്, ഒരുപാട് പോയിട്ടുണ്ട്. ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും മാത്രമല്ല, എല്ലാ പക്ഷത്തു നിന്നും പോയിട്ടുണ്ട്. എല്ലാ പക്ഷത്തും കുട്ടികൾ ചിന്തിക്കാൻ വരുമ്പോൾ, നല്ല ചിന്തകൾ വരുമ്പോൾ, അവർക്ക് ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ അവർ ഈ രാഷ്ട്രീയ തടവുകളിൽ നിന്ന് മാറി അവർ പുതിയ ആശയങ്ങളിലേക്ക് വെക്കും. അങ്ങനെയുള്ളവരാണ് പാറ്റ സമരത്തിന് നിന്നത്. അത് തന്നെ പറഞ്ഞ പുതിയ ആശയങ്ങളാണ് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്നിടത്ത് 9 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അറിയാം, 9 കുട്ടികളെ അഭിലാഷ്, താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ഈ രാജ്യത്ത് ഒരു സമരം നടക്കുന്നതും എവിടെയെങ്കിലും ആരെങ്കിലും കുട്ടികൾ ക്രൈം ചെയ്യുന്നതുമായിട്ട് എന്താണ് ബന്ധം? സാർ ഒരു കാര്യം വിചാരിക്കണം. സാർ ഓർക്കുന്നുണ്ട്, സാർ ഭയങ്കര ബുദ്ധിമാനാന്ന്. ഞാൻ ബുദ്ധിമാനൊന്നുമല്ല, ഞാനൊരു ശരാശരി മനുഷ്യനാണ്. സാറിന്റെ തന്നെ തെറ്റാ സാറേ. ഞാനൊരു ശരാശരി മനുഷ്യനാണ് അഭിലാഷ്. പാറ്റകളാണ് ഈ 13 വയസ്സുകാരി പാറ്റയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ അംഗീകരിക്കുന്നത്? അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കൊച്ചു പാറ്റായ ഇവിടുത്തെ, അതും ഇവിടുത്തെ കൊച്ചു പാറ്റായ. ഈ രാഷ്ട്രീയം കണ്ടു വളർന്ന് ഈ പിള്ളേരെ, ഈ ചേട്ടന്മാരെ എല്ലാം കണ്ടു വളർന്ന് പാറ്റായ. അതും മനസ്സിലായോ? ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി മയക്കുമരുന്നും കഞ്ചാവും കള്ളും കച്ചവടം ചെയ്യുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഭിലാഷ്, ഈ രാജ്യത്ത് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്നവരുടെ കുഴപ്പമാണ്. ഈ രാജ്യം ഭരിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ ആ രാജ്യത്ത് മയക്കുമരുന്ന് കയറില്ല, അതിന് എവിടെയായാലും. ഇതാ താങ്കളുടെ കുഴപ്പം. ഈ താങ്കളുടെ കുഴപ്പമല്ല, അല്ലാതെ കുട്ടികൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണോ? അല്ലല്ലോ. കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തം ഏത് ഭരണകൂടത്തിനുമാണ്? എന്റെ സാർ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ പറയാതെ, ഈ കേരളത്തിൽ ഇടതും വലതും മയക്കുമരുന്ന് വിൽക്കുന്ന കേരളത്തിലായാലും പഞ്ചാബിലായാലും ഉത്തർപ്രദേശിലായാലും ഗുജറാത്തിലായാലും എവിടെയായാലും ഏത് സ്ഥലത്തായാലും അവിടെ മയക്കുമരുന്ന് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം രാജ്യം ഭരിക്കുന്ന സർക്കാരും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുപോലെ രാജിവെച്ചിട്ട് നരേന്ദ്രമോദി ഏൽപ്പിക്കട്ടെ സംസ്ഥാനം, കേരള സംസ്ഥാനം. നരേന്ദ്രമോദി പഠിച്ചു കാണിക്കും. കേരളത്തിലെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് കേരളത്തിൽ ആര് ഭരിക്കണമെന്ന്? കേരളത്തിലെ ഭൂരിപക്ഷം ജനം തീരുമാനിച്ചത് UDF ഭരിക്കാനാണ്. സാറിനേക്കാളും ബുദ്ധിമാന്മാരാട്ടോ ഈ പൊതുവേദി വിളിക്കുന്നുള്ള ചിന്ത സാറിന് മാത്രം വന്നാൽ അങ്ങനെയുള്ള ചിന്തയാണ്. അഭിലാഷിന്റെ ബുദ്ധിയിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് ഡൽഹി നടക്കുന്ന, ലോകത്തിൽ നടക്കുന്ന ലൈവായിട്ട് ഇപ്പൊ വേറെ സംവിധാനങ്ങളുണ്ട് ഞാൻ കാണാറ്. ശരി, എത്ര മറച്ചു വെച്ച് മൂടി വെച്ചാൽ സാറിന് മറ്റുള്ള ഭാഷാ ചാനൽ ഞങ്ങൾ കാണുന്നതാണ്. തെലുങ്കും കന്നഡയും നമുക്കൊക്കെ എന്ത് സത്യസന്ധമായിട്ട് അവർ വാർത്ത കൊടുക്കുന്നറിയോ? സാറിന് ഇവിടെ നിലനിൽപ്പ് വേണമെങ്കിൽ എന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ലീഗുകാർ വന്ന് തലക്കിട്ട് കൊട്ടുവരും. ആ ഒരു ഉദ്ദേശം എന്നുള്ള ഞങ്ങൾക്കറിയാം. അഭിലാഷ് ലീഗുകാരെ വലിയ പേടിയാണല്ലേ? കേട്ടോ,
സാർ എന്ത് വേളും അഭിലാഷ് ലീഗുകാരെ നല്ല പേടിയുണ്ടെന്ന് തോന്നല്ലോ. കേന്ദ്ര സർക്കാർ പിന്നെ രാജിവെച്ചെന്ന് വെച്ചു. സാറേ പുലി പതുങ്ങുന്ന എന്തിനാണെന്നറിയോ സാറിന്? ഒരു മന്ത്രിയെ രാജിവെച്ച എന്തിനാണെന്നറിയോ? പുലി പതുങ്ങുന്ന എന്തിനാന്ന് സാറിനറിയോ? സാർ അറിയത്തില്ല. സാറ് വിഡ്ഢികളുടെ ലോകത്തെ അതറിയോ? കർഷക സമരത്തിന് അവര് പറഞ്ഞ് അംഗീകരിച്ചെന്ന് സാറ് പറയാ, പല പ്രാവശ്യം പറഞ്ഞു. അംഗീകരിച്ചിട്ട് എന്താ അവന് പിന്നെ നേട്ടം ഉണ്ടായത് ആർക്കാ? സാറ് ഇങ്ങനെ പറഞ്ഞാലും കാര്യമില്ല. ശരി അഭിലാഷ്, ഏതായാലും ഇന്ത്യയിലെ കർഷകർ സമരം ചെയ്യുമ്പോഴും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോഴും ഇന്ത്യയിലെ തൊഴിലാളികളും സാധാരണക്കാരും സമരം ചെയ്യുമ്പോഴും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഉള്ള ഒരു കടമയാണ് എന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ അവരുടെ സമരം പരാജയപ്പെട്ടു പോയതുകൊണ്ടോ ഒന്നുമല്ല. അതിനി ആര് ഭരിച്ചാലും, ഏത് പാർട്ടി ഭരിച്ചാലും, എല്ലാ ഭരണകൂടവും നിൽക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് നേരെ, കർഷകർക്ക് നേരെ, തൊഴിലാളികൾക്ക് നേരെ, സാധാരണക്കാർക്ക് നേരെ അവരുടെ നയ സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പ്രതിഷേധങ്ങൾ വിജയിക്കും, ചിലത് വിജയിക്കില്ല. അതിനൊന്നും യാതൊരു ഇന്നത് വിജയിച്ചതുകൊണ്ട് വിജയിച്ചില്ല, അതുകൊണ്ട് ആ സമരമെല്ലാം പരാജയപ്പെട്ടു എന്നൊന്നും കരുതാൻ ആവില്ല. എന്തായാലും താങ്കൾ ഈ ക്രൈം ചെയ്യുന്ന ആളുകളെല്ലാം പാറ്റകളാണ് എന്ന് ഊഹിച്ചത് അവരെ കണ്ടാണ് പഠിച്ചതെന്നൊക്കെ പറയുന്നത് ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്നേ പറയാനുള്ളൂ. താങ്കളുടെ ബുദ്ധിശക്തിയിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല എന്ന് കൂടി അറിയിക്കുന്നു. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. കാരണം ഇപ്പൊ ഇതുവരെ സംസാരിച്ചത് ചാണക സംഖ്യകളാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് വിളിച്ചു പറയും, ഒരു മടിയില്ല. കാരണം ഈ വിമർശനങ്ങളും മറുപടികളും പറയുമ്പോൾ അതിന് സാമാന്യം മര്യാദ വേണം. കാരണം ഇന്ന് പാറ്റകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷികളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളല്ല. ആ പാറ്റകളെ അധിക്ഷേപിക്കാനായിട്ട് ഇമാതിരി വൃത്തിഹീനമായ വർത്തമാനം പറയുന്ന ഈ ജാതി എന്താ പറയാ, ചാണകം തിന്ന് നടക്കുന്നവരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇന്ന് പറയേണ്ടി വരും. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ 13 വയസ്സുകാരി മയക്കുമരുന്ന് ഉപയോഗിച്ചു, അത് SFIയുടെ കുട്ടിയാണ് എന്നൊക്കെ പറയുന്ന സംഖ്യയോട് ഒന്നേ പറയുള്ളൂ. മോഹൻ കുന്നുമ്മനെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കുക. അതായത് എന്താണ് കുട്ടിയോട് പറയേണ്ടത്, അക്ഷര വിദ്യാഭ്യാസം മനസ്സിലാക്കുന്ന കുട്ടിയോട് എന്തു പറയണം, എങ്ങനെ സംസാരിക്കണമെന്ന് മോഹൻ കുന്നുമ്മന് ആദ്യം പഠിക്കട്ടെ. ഒരു ചാണക സംഖ്യ എന്ന് പറയുകയാണ്, നിങ്ങൾ പാറ്റകളാണോ? അല്ല, പാറ്റകൾ അല്ലെങ്കിൽ അത് പറയൂ എന്ന് പറയുമ്പോ അതിലൊരു കുട്ടി എന്താണാവോ, അത് അതിന്റെ മാതാവ് വരുത്തുള്ളത് കൊണ്ട് കൈകൊണ്ട് തട്ടി പറയിച്ചതാണോ എന്ന് പറയേണ്ടി വരും. ബാക്കിയുള്ള കുട്ടികൾ മിണ്ടിയില്ല. ഇതിലും മേധം മോഹൻ കുന്നുമ്മേന് ഒരു പിടി ചാണകം വാങ്ങി വിഴുങ്ങുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കേരളം മാത്രമല്ല കേന്ദ്ര ഭരണത്തിൽ വരുന്നത്. കാരണം കേരളത്തിൽ ഒരു കാരണവശാലും BJP ഭരണത്തിൽ വരില്ല. വരണമെങ്കിൽ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ദീപു, താങ്കൾക്ക് സമയം അവസാനിക്കാൻ പോവുകയാണ്. ഏറെക്കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നത് ദീപു തിരിച്ച് പൊതുവേദിയിലേക്ക് വിളിക്കുന്നത്. വേഗത്തിൽ പ്രതികരണം പറയാം. അല്ല, ഞാൻ ഈ പറയാൻ വന്നത്, ഞാൻ കുറെ നേരം കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്ക. ഈ ഇപ്പൊ വിളിച്ച രാജന് തൊട്ട് മുമ്പ് വിളിച്ച രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി അഭിലാഷ് എന്നൊക്കെ പേരിട്ടോണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.